നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. ഇപ്പൊ +2 എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സ്കൂളിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ പഠിക്കുന്നവരുണ്ടാവും, പിന്നെ ട്യൂഷൻ പോയി പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ, പല രീതിയിൽ കൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ +2-നൊപ്പം നമ്മുടെ എൻട്രൻസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ +2-നൊപ്പം എൻട്രൻസ് എന്നുള്ളത് പല കുട്ടികളും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു എൻട്രൻസ് എഴുതി നോക്കും, കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് പോകും. ഇങ്ങനെയുള്ളൊരു വളരെ നിസ്സാരമായിട്ട് കരുതുന്ന രീതിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത്. 100-ൽ 1 മീൻസ് 1% കുട്ടികൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും മാറി ചിന്തിക്കുന്നവരുണ്ട്. അവര് നമുക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് ജോലിയൊക്കെ കിട്ടും. പക്ഷെ ഇതൊക്കെ നല്ലതാണോ എന്ന് പല കുട്ടികൾ ചോദിച്ചാൽ നല്ലതൊക്കെയാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാതെ നമ്മൾ പിന്നെ വേറെ എങ്ങനെ രക്ഷപ്പെടാനാ? നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്തെങ്കിലുമൊക്കെ ആകണം, നല്ലൊരു ജോലി കിട്ടി ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് മനസ്സ് വെച്ചാൽ വളരെ ഈസിയാണ്. ഇപ്പോഴാണ് ഇതിന് മനസ്സ് വെക്കേണ്ടത്. നമ്മൾ പല ക്ലാസ്സുകളും ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലയോ? നമ്മൾ LKG തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ പഠിച്ച് പാസ്സായി നല്ല മാർക്കോട് വന്നിട്ടുണ്ടെങ്കിലും ഈ +2-ന്റെ മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇനി ഏത് കോഴ്സിന് പോകണമെങ്കിലും, ഒരു നല്ല കോഴ്സ് വേണമെങ്കിൽ എന്തായാലും എൻട്രൻസ് വേണം. ഈ എൻട്രൻസിനോടൊപ്പം നമ്മൾ ഈ +2-ന്റെ മാർക്ക് കൂടെ ചേരുമ്പോൾ നല്ലൊരു കോഴ്സിനുള്ള രീതിയാവും. അതിനുവേണ്ടി എൻട്രൻസിന് ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് ഏതാണെന്നൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇപ്പോഴേ ചിന്തിക്കുക എൻട്രൻസിനെ കുറിച്ച്. ഇനി സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ടൈം ഉണ്ട് മുന്നിൽ. ഓക്കെ, അതൊരു 6 മാസത്തോളം നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനുള്ളൊരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇച്ചിരി കൺജസ്റ്റഡ് ആവും, മീൻസ് ഇച്ചിരി ബിസി ആവും. +2-ൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലൂടെ ആകുമ്പോൾ ഓക്കെ ആവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ചെറിയ സമയം, ഒരു മണിക്കൂർ ഒരു ദിവസം ഒന്ന് ഇതിനുവേണ്ടി ഏതെങ്കിലും സമയം, ഇപ്പൊ എന്തായാലും സ്കൂളൊന്നും പോകേണ്ടതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആ ടൈം കണ്ടെത്താൻ പറ്റും. 1 മണിക്കൂറോളം നിങ്ങൾ ഒന്ന് കുറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹയർ സ്റ്റഡിയുടെ കാര്യം മനസ്സിലാക്കി വിചാരിച്ചോണ്ട് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ കീമോ, കുസാറ്റോ, അങ്ങനെ NDAയോ JEE ആകുമ്പോൾ ഇത്തിരി ലെവൽ കൂടിയതാണ്. അതൊക്കെ ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങി ഈ സാധാരണ എൻട്രൻസുകളെല്ലാം ഒന്ന് പഠിച്ചു തുടങ്ങിയിട്ട് പറ്റുന്നെങ്കിൽ JEE ലെവലിലോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്തായാലും ഇപ്പോഴേ ചിന്തിക്കുക. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത വർഷം ആകുമ്പോൾ ഏതെങ്കിലും ചുമ്മാ എൻട്രൻസ് എഴുതും, കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് പോകും. ഈ വർഷം തന്നെയാണെങ്കിൽ ഏകദേശം ഒരു 1,00,000-നടുത്ത് കുട്ടികൾ നമ്മുടെ കേരളത്തിന്റെ എൻട്രൻസ് എഴുതുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തെ ഒരു 25% മാത്രം, അതിനും താഴെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ, അതിനും താഴെയുള്ളൂ ഇതൊരു സീരിയസ് ആയിട്ട് എഴുതാൻ പോകുന്നവർ. മറ്റവരൊക്കെ ചുമ്മാ അപ്ലൈ ചെയ്യുന്നു, പോകുന്നു, കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ വളരെ രസകരമാണ്. 50% ഉള്ളൂ നമ്മുടെ BTechൽ പാസ് ആവുന്നവരുടെ എണ്ണം. ഏകദേശം 28,000 ആൾക്കാരൊക്കെയാണ് ഒരു വർഷം BTechന് നമ്മുടെ കേരളത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുള്ളിൽ നിന്നും 13,000-14,000 പേരാണ് കുട്ടികൾ പാസ്സാവുന്നത്. മീൻസ് നേർ പകുതി പാസ്സാവുന്നു, ബാക്കി നേർ പകുതി ഫെയിൽ ആവുന്നു. ഈ ഫെയിൽ ആവുന്നവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാരണം പാസ് ആവുന്നവരുടെ അവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ ഫെയിൽ ആവുന്നവരെ നമ്മൾ ഈ രീതിയിൽ കൂടെ ആയിരിക്കും കാണുന്നത് എന്നുള്ളത് മനസ്സിലാവും. അവർക്ക് ഈ 4 വർഷവും 4 ലക്ഷത്തിൽ മേളിൽ നഷ്ടവും. 4 ലക്ഷം ഞാൻ ചുമ്മാ പറഞ്ഞാൽ അതിലൊക്കെ കൂടുതലാണ് നമുക്ക് ഈ ക്യാഷ് ഇന്നത്തെ ചെലവാക്കിയിരിക്കുന്നത്. പ്രയോജനം പക്ഷെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല താനും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ചെറിയൊരു സമയം കണ്ടെത്തുവാണെങ്കിൽ വലിയൊരു നേട്ടം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. നമ്മുടെ ക്ലാസ് ഉണ്ട്, +2-ന്റെ ക്ലാസ് ഉണ്ട്, എൻട്രൻസ് ക്ലാസ് ഉണ്ട്. രണ്ടും കൂടി ജോയിൻ ചെയ്താൽ നമുക്കൊരു കോംബോ ഓഫറിൽ ഫീസ് നമുക്ക് നല്ല രീതിയിൽ കൂടെ കുറച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, മാത്സ് ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ തന്നെ ക്ലാസ് എടുത്തു തരും. അടിപൊളിയായിട്ടുള്ള ഷോർട്ട് ട്രിക്കും ഷോർട്ട് കട്ട്സും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് മാത്സ്, എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹയർ മാത്സിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ ഈ തരുന്ന ക്ലാസ്സിൽ നിന്ന് കിട്ടിയിരിക്കും. ഓക്കെ, എല്ലാവരും അതിനുവേണ്ടി ഒന്ന് മനസ്സ് മാറ്റിവെച്ച് പഠിച്ചു തുടങ്ങുക. നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു ജോലിയായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.